പഞ്ചായത്തിന്റെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ രാജേഷ് കുമാറിനെ ക്ഷണിക്കുകയാണ്. ഏറെ ബഹുമാനിയ അധ്യക്ഷൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ബഹുമാനിയനായ കൊല്ലത്തിൻ്റെ പ്രിയങ്കനായ എം പി, ഏറെ ബഹുമാനീയനും ആദരണീയമായ പ്രിയപ്പെട്ട MLA അവർ, മറ്റ് ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട നാട്ടുകാർ, തേവലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതി ഉൾപ്പെടുത്തി നടപ്പാക്കിയ ചെളുത്തോട് പ്രദേശത്ത് ക്യാമറയും വഴിവിളക്കുകളുടെയും ഉദ്ഘാടന യോഗമാണ് നടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ചെളുത്തോട് പ്രദേശം കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാലിന്യ കൂമ്പാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രദേശം 3 ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമ സ്ഥലമാണ്. തൊടിയൂരിൻ്റെയും മൈനാഗപ്പള്ളിയുടെയും തേവലക്കരയുടെയും സംഗമസ്ഥലം, 3 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സംഗമസ്ഥലം, 3 ജില്ലാ പഞ്ചായത്തുകളുടെ സംഗമസ്ഥലം, 3 നിയോജക മണ്ഡലത്തിൻ്റെ സംഗമസ്ഥലം, അതോടൊപ്പം തന്നെയാണ് 3 ലോക്സഭാ മണ്ഡലത്തിൻ്റെ സംഗമ സ്ഥലമാണ് ഈ ചെളുത്തോട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അത്രയും പ്രാധാന്യമുള്ളൊരു സ്ഥലം. അതിനെക്കാട്ടി ഉപരി കൈപ്പുഴ പുഞ്ച, ഏതാണ്ട് 300 ഏക്കറോളം വരുന്ന കൈപ്പുഴ പുഞ്ചയും കൈപ്പുഴ തോടും സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാലിന്യ കൂമ്പാരമായിക്കൊണ്ടിരിക്കുന്നു. ചത്ത അറവുമാടുകളെയും അതോടൊപ്പം തന്നെ അറവുശാലയുടെ വേസ്റ്റുകളും കൊണ്ടിട്ട് ഈ പ്രദേശത്ത് നടക്കാൻ കഴിയാത്ത വലിയ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധികൾ ആലോചിച്ചതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം 2ാം വാർഡിലേക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്നും ഏകദേശം 1.5 ലക്ഷം രൂപയോളം മാറ്റിവെച്ച് ക്യാമറയും ലൈറ്റുകളും സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ആ ലൈറ്റുകൾ സ്ഥാപിച്ചു. അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. തൊട്ടപ്പുറത്ത് കാണുന്ന കൈപ്പുഴ പുഞ്ച ഏകദേശം 300 ഏക്കറോളം സ്ഥലം കൃഷിക്ക് അനുയോജ്യമാക്കാൻ പോവുകയാണ്. ഓണാട്ടുകര വികസന ഏജൻസിയും ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ഏറ്റെടുത്തുകൊണ്ട് ആ പ്രദേശം വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ പൂട്ടാരംഭിക്കുകയും അതുകൊണ്ട് ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി നെല്ല് വിതയ്ക്കുന്ന പ്രവർത്തനവുമായി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ഓണാട്ടുകരയും വളരെ മുന്നോട്ട് പോവുകയാണ്. ആ കാര്യങ്ങളൊക്കെ പ്രസിഡന്റ് വിശദീകരിക്കുമെന്നുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ പ്രദേശത്ത് എങ്ങനെ വികസന പ്രവർത്തനം നടത്താൻ കഴിയുമോ ആ രീതിയിലുള്ള വികസന പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രദേശം മെനയാന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായി. ഇവിടുത്തെ പടിഞ്ഞേറ്റക്കര സൗണ്ട് ഓഫ് യൂത്ത് ക്ലബ്ബുകാരും അതോടൊപ്പം തന്നെ പടിഞ്ഞേറ്റക്കര സഹൃദയ ആർട്സ് ആൻഡ് ക്ലബ്ബുകാരും പടിഞ്ഞേറ്റക്കര ടാഗോർ യുവജനങ്ങളും ക്ലബ്ബിലെ യുവജനങ്ങളും ചേർന്നാണ് ഈ പ്രദേശം മുഴുവൻ വൃത്തിയാക്കുകയും അതോടൊപ്പം തന്നെ പടിഞ്ഞേറ്റക്കരയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സൗണ്ട് ഓഫ് യൂത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ 2 ഫോക്കസ് ലൈറ്റുകൾ അവർ സ്പോൺസർ ചെയ്യുകയുണ്ടായി. അതാണ് ഈ ക്യാമറയുടെ അപ്പുറവും ഇപ്പുറവും സ്ഥാപിച്ചിട്ടുള്ളത്. ആവശ്യമായ വഴിവിളക്കുകൾ ഉണ്ടാകണം. കാരണം ഇവിടെ മാലിന്യമായി വരുന്ന വാഹനങ്ങൾ കണ്ടുപിടിക്കുവാനും അവർക്ക് തക്കതായ ശിക്ഷ നൽകുവാനും വേണ്ട ആവശ്യമായ ലൈറ്റുകളും ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ നവീകരണത്തിന് വേണ്ടി പടിഞ്ഞേറ്റക്കര 1ാം വാർഡിലേക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്നും ഏകദേശം അടുത്ത ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ സുനിത ഓമനക്കുട്ടൻ ഏകദേശം 5 ലക്ഷം രൂപ ഈ റോഡിൻ്റെ നവീകരണത്തിന് മാറ്റിവെച്ചിട്ടുള്ള കാര്യവും കൂടി ഈ അവസരത്തിൽ അറിയിക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ പറയാതിരിക്കാൻ കഴിയില്ല, കഴിഞ്ഞ 25 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് മെമ്പറായതിനു ശേഷം ശ്രീമതി സേതുലക്ഷ്മിയുടെ ടീച്ചറുടെ ഫണ്ടിൽ നിന്നും ഏകദേശം 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡിൻ്റെ നവീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വികസന പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ഇനി ഈ പ്രദേശത്തൊരു മാലിന്യ കൂമ്പാരമാകാതിരിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശമാണ്. ആ മൈനാഗപ്പള്ളി ഗ്രാമപ്രദേശത്ത് ബഹുമാനപ്പെട്ട MLAയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ആ പ്രദേശത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഉണ്ട്. അദ്ദേഹം അറിയിക്കുകയുണ്ടായി. അവിടെയും ക്യാമറ സ്ഥാപിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ പ്രദേശത്ത് ക്യാമറയും ലൈറ്റുകളും സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ ഒന്ന് മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഗവൺമെൻറ് കാഷ്യൂ ഫാക്ടറി, അതോടൊപ്പം തന്നെ മണ്ണൂർക്കാവ് ദേവീക്ഷേത്രം അടക്കം ഇപ്പോൾ ശ്രീ ഐ ഷിഹ അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്ന് രാവിലെയും ഇവിടുത്തെ പ്രവർത്തനത്തോട് എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട ഏറെ ബഹുമാനീയനായ കൊല്ലത്തിൻ്റെ MP ശ്രീ MK പ്രേമചന്ദ്രൻ സാർ അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ വാർഡിനെ സംബന്ധിച്ചോളം പടിഞ്ഞേറ്റക്കരയെ സംബന്ധിച്ചോളം അദ്ദേഹം വലിയ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഈ പ്രദേശത്തെ റോഡുകൾക്കായാലും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് IT ആയാലും അതോടൊപ്പം മാവേലി സ്റ്റോറുകളായാലും ഈ പ്രദേശത്ത് അങ്ങനെ പറയാൻ കഴിയുന്ന നിർമ്മാണ കെട്ടിടമായാലും അങ്ങനെ ഈ പ്രദേശത്ത് പറയാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയാൻ പറ്റുന്ന വികസനം നടത്തി നമ്മുടെ പ്രദേശത്തോട് പ്രത്യേകമായ ഒരു
കൂറു പുലർത്തുന്ന അദ്ദേഹത്തെ ഏറെ ബഹുമാന്യനായ എം കെ പ്രേമചന്ദ്രൻ എം പിയെ, മികച്ച പാർലമെന്റേറിയൻ ശ്രീ എം കെ പ്രേമചന്ദ്രൻ എം പിയെ ആദരപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ഏറെ ബഹുമാന്യനായ ശ്രീ കോവൂർ കുഞ്ഞുൻ MLA അവർ, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ 4 തവണയായി കുന്നത്തൂരിൻ്റെ MLA ആണ്. എല്ലാ വിഷയങ്ങളിലും, എല്ലാ വിഷയങ്ങളിലും മുന്നിട്ടിറങ്ങുന്ന ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം നിൽക്കുന്ന ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഏറെ ബഹുമാനിയനായ കുന്നത്തൂരിൻ്റെ പ്രിയപ്പെട്ട MLA ശ്രീ കോവൂർ കുഞ്ഞുൻ അവരുടെ ആദരപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏറെ ബഹുമാന്യ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ടീച്ചർക്ക് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി മുംതാസ് അവരുടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ ഡിവിഷൻ്റെ മെമ്പറാണ്. ഏത് പ്രവർത്തനങ്ങളിലും വളരെ ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന എല്ലാ കാര്യങ്ങളും വളരെ സജീവമായിട്ടുള്ള ശ്രീമതി മുംതാസ് അവരുടെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഈ വാർഡിൻ്റെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി സുനിത ഓമനക്കുട്ടൻ സുനിത മെമ്പറുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത് കൂടി ഈ റോഡിൻ്റെ നവീകരണത്തിന് ആ വാർഡിലേക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ നവീകരണത്തിന് മാറ്റിവെച്ച ശ്രീമതി സുനിത ഓമനക്കുട്ടൻ മെമ്പറെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തൊട്ടപ്പുറത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ സിജു കോശി വൈദ്യൻ സന്നിഹിതനാണ്. അദ്ദേഹത്തിൻ്റെ വളരെ സാന്നിധ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ പ്രദേശത്ത് വലിയ കാടായി കിടന്ന പ്രദേശം JCB അടക്കം കൊണ്ടുവന്ന് ആ പ്രദേശം വൃത്തിയാക്കുന്നതിലും നമ്മളോടൊപ്പം ഈ ചെളുത്തോട് പ്രദേശത്തെ നവീകരിക്കുന്ന കാര്യത്തിൽ വളരെ സാന്നിധ്യമായി നടക്കുന്ന ശ്രീ സിജു കോശി വൈദ്യനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കർഷക കോൺഗ്രസിൻ്റെ നേതാവ് കൈപ്പുഴയുടെ ഈ പ്രദേശത്ത് ആദ്യം ഇതിൻ്റെ പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങിയ പ്രിയങ്കനായ ശ്രീ കാഞ്ഞിരുള്ള ഷാജഹാൻ അവരുടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മോഹൻ കോയിപ്പർ അവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ചെളുത്തോട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സജീവമാണ്. ജോൺമത്തായി സാർ സന്നിഹിതനാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ സജീവമായിരുന്ന ഈ പ്രദേശത്ത് സൗണ്ട് ഓഫ് യൂത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ പ്രവർത്തകർ, സൗഹൃദയ ആർട്സിൻ്റെ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ ടാഗോറിൻ്റെ പ്രവർത്തകർ ഇവരെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ചുക്കാൻ പിടിക്കുന്ന ഈ പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തന രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന എല്ലാവരെയും, ഈ പ്രദേശത്തിൻ്റെ നാട്ടുകാരെയും പ്രത്യേകമായി ഇതിന് 2 ലൈറ്റുകൾ സംഭാവന ചെയ്ത സൗണ്ട് ഓഫ് യൂത്തിൻ്റെ പ്രവർത്തകരെ പ്രത്യേകമായും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പ്രദേശം നാളേക്ക് നന്മയുടെ പ്രദേശമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വലിയ വർത്തമാനത്തിൻ്റെ കാര്യമില്ല. ബഹുമാന്യനായ MP ശ്രീ എം കെ പ്രേമചന്ദ്രൻ അവർ നമ്മളുടെ ഈ ചെളുത്തോടിനെ ഒരു പുതിയ മേഖലയാക്കി മാറ്റുന്നതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കുന്ന ഈ ചടങ്ങ് ക്യാമറയും അതുപോലെ തന്നെ നമ്മുടെ ഈ ലൈറ്റുകളും ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ ചടങ്ങുകളിലേക്ക് കടക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കൈപ്പുഴ ഏലായിലെ ഏകദേശം ഇപ്പോൾ കൃഷിക്ക് അനുയോജ്യമാക്കിയെടുക്കുന്ന 300 ഏക്കർ സ്ഥലത്തെ കൃഷി ഓണാട്ടുകര വികസന ഏജൻസിയും തേവലക്കര ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ കൃഷിഭവനും സംയുക്തമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. രാജേഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി അവിടെ വിത്ത് വിതയ്ക്കാൻ കഴിയാവുന്ന തരത്തിലേക്ക് കൃഷിഭൂമി ഒരുങ്ങിക്കഴിയും. അവിടെ ഇപ്പോൾ ഏകദേശം 5000-ഓളം താറാവാണ് അവിടെ കൊണ്ടുവന്ന് കുട്ടനാടൻ മേഖലയിൽ നിന്ന് കൊണ്ടുവന്ന് ഇറക്കി ഇപ്പോൾ അവിടെയുള്ള ഇപ്പോൾ താറാവ് മുട്ട മേടിക്കാനുള്ള തിരക്കാണ് ആ പ്രദേശം. ഇപ്പം നാടൻ താറാമുട്ട ഉൾപ്പെടെയുള്ളത് ചെളിത്തോട്ടിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു ചെളിത്തോടിനൊരു പുതിയ മുഖം, അതാണ് നമുക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം. ഇവിടെ മാലിന്യം ഈ റോഡിലായിരുന്നു, അതിലൊരു മാറ്റമുണ്ടാകും. ഈ ഫാക്ടറികളിലേക്ക് പോകുന്ന സ്ത്രീകൾ അവർക്കാർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു മേഖലയായിരുന്നു. കുട്ടികൾ സ്കൂളിലേക്ക് വരാൻ കഴിയാത്ത ഒരു സ്ഥിതിയായിരുന്നു. അതിൽ നിന്നൊക്കെ മാറണം എന്നുള്ള തേവലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ അദമ്യമായ ആഗ്രഹമാണ് ഈ സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നത്. അത് നാട്ടുകാരുടെ പൂർണ്ണമായ ശ്രദ്ധയുണ്ടാകണം, അവരുടെ പരിപാലനം ഉണ്ടാകണം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ സൗഹൃദ ആയാലും അതുപോലെ തന്നെ ടാഗോർ ആയാലും അതുപോലെ തന്നെ സൗണ്ട് ഓഫ് യൂത്ത് എന്ന് പറയുന്ന ക്ലബ്ബുകളായാലും അവരൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു ഇവിടെ ഇതെല്ലാം വെട്ടിത്തെളിക്കുന്നതിനും ഇവിടെ നവീകരിക്കുന്നതിനുമെല്ലാം. അവരാണെങ്കിൽ ഇപ്പോൾ ഇതോടൊപ്പം തന്നെ നല്ല 2 ലൈറ്റുകൾ വാങ്ങിക്കൊടുത്ത് ഇതിനെ കൂടുതൽ വെളിച്ചമുണ്ടാക്കുന്നതിനുള്ള ആവശ്യമായ ക്രമീകരണം പോലും വരുത്തിയിരിക്കുക. ചെറുപ്പക്കാരാണ് ഇനി ഇതിൻ്റെ സംരക്ഷകർ. നിങ്ങളുടെ കൈകളിലാണ് ഇനി ഇത് സംരക്ഷിക്കപ്പെടേണ്ടത്. ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശക്തി നിങ്ങളാണ്. നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഇത് തേവലക്കര ഗ്രാമപഞ്ചായത്ത്. ആ ഏൽപ്പിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഇന്ന് നമ്മുടെ ബഹുമാന്യനായ MP നിർവഹിക്കപ്പെടുന്നത്. എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അറുതി വരുത്താൻ നമുക്ക് ഈ പ്രദേശത്ത് ഈ പ്രവൃത്തി കൊണ്ട് കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ പ്രവൃത്തി സന്തോഷത്തോടുകൂടി നിർവഹിക്കുന്നതിന് ബഹുമാന്യനായ കൊല്ലത്തിൻ്റെ MP ശ്രീ എം കെ പ്രേമചന്ദ്രൻ
പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഐ ഷിഹാബ്, ബഹുമാനപ്പെട്ട MLA ശ്രീ ഓ, സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിച്ച വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ രാജേഷ്, ജില്ലാ പഞ്ചായത്ത് സമിതി അംഗം ശ്രീമതി സേതു ലക്ഷ്മി, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അംഗം, 2 ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അപ്പുറത്തെയും ഇപ്പുറത്തെയും ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അംഗം ശ്രീ തോമസ് വൈദ്യൻ, അതുപോലെ തന്നെ ശ്രീമതി മുംതാസ്, ഗ്രാമപഞ്ചായത്ത് സമിതി അംഗം ശ്രീമതി സുനിത ഓമലക്കുട്ടൻ ഉൾപ്പെടെ ഈ സൗഹൃദ സംരംഭത്തിൽ സംബന്ധിച്ചിട്ടുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള സന്നദ്ധ പ്രവർത്തകരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ സംരംഭത്തിൻ്റെ വിശദാംശങ്ങൾ വളരെ കൃത്യമായി സ്വാഗത പ്രസംഗത്തിലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സമഗ്ര കാർഷിക വികസന പദ്ധതിയെ സംബന്ധിച്ച് അധ്യക്ഷ പ്രസംഗത്തിലും പരാമർശിക്കുന്നുണ്ടായി. എനിക്കറിയാം, പടിഞ്ഞാറ്റക്കര ചെളിത്തോട് മേഖല, ഈ പ്രദേശം, ഈ പാടശേഖരം ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി ഉന്നയിക്കുന്ന പൊതു ആവശ്യങ്ങളിലൊന്നാണ് മാലിന്യ വിമുക്തമായി ഈ പ്രദേശത്തെ സംരക്ഷിക്കുക എന്നുള്ളത്. മാലിന്യ വിമുക്തമായി ചെളിത്തോട് മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും പൂർണ്ണതോതിൽ ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്തുകൊണ്ട് പദ്ധതി വിഹിതം, തങ്ങളുടെ പ്രദേശങ്ങളുടെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട പദ്ധതി വിഹിതം വിനിയോഗിച്ചുകൊണ്ട് ചെളിത്തോട് മേഖലയിൽ ക്യാമറ നിരീക്ഷണ സംവിധാനവും ലൈറ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മലിനീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ കൃത്യമായി കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സാങ്കേതിക സംവിധാനം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഇവിടെ രാജേഷ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ 10 പേരുടെ മൊബൈൽ ഫോണിൽ 24 മണിക്കൂറും ലൈവ് ടെലികാസ്റ്റ് അല്ലെങ്കിൽ ലൈവായി ഈ കാര്യം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ, ഈ പ്രദേശത്ത് അനധികൃതമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായാൽ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന വളരെ അത്യന്താധുനികമായ സാങ്കേതിക സംവിധാനത്തിലൂടെയുള്ള ക്യാമറ നിരീക്ഷണ സംവിധാനം, അതുപോലെ അത്യാവശ്യം വേണ്ടുന്ന വഴിവിളക്കുകളും എല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് ഇപ്പോൾ രൂപം നൽകിയിട്ടുള്ളത്. ഇതിലേറ്റവും സ്വാഗതാർഹമായിട്ടുള്ളത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ ഏലയെ കൂടുതൽ കാർഷിക സമ്പന്നമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. 300 ഏക്കറിൽ കൃഷി ചെയ്തുകൊണ്ട് ഈ മേഖലയെ ഒരു പുനരുജ്ജീവനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ഈ മേഖലയുടെ മുഖച്ഛായയ്ക്ക് അടിസ്ഥാനപരമായ മാറ്റം വരുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തേവലക്കര പഞ്ചായത്തും ഓണാട്ടുകര വികസന സമിതിയും അതുപോലെ കൃഷി വകുപ്പും ഒക്കെ കൂടി സംയുക്തമായി ചേർന്നുകൊണ്ട് ആ സംരംഭം വൻപിച്ച വിജയമാക്കി മാറ്റി തീർക്കുന്നതിൻ്റെ മുന്നൊരുക്കമായി തീരട്ടെ മാലിന്യ വിമുക്തമായിട്ടുള്ള ചെളിത്തോട് എന്ന സംരംഭം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത്. ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുന്ന തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, അതിൽ ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ച് ഈ ഫണ്ട് വിനിയോഗിക്കുന്നതിനുള്ള മുൻകൈ പ്രവർത്തനമെടുത്ത ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ രാജേഷ്, അതുപോലെ ബന്ധപ്പെട്ട മറ്റെല്ലാ ജനപ്രതിനിധികളെയും ഈ അവസരത്തിൽ ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഇന്ന് ഈ പ്രദേശത്താണ് നിരീക്ഷണ ക്യാമറ സംവിധാനം ഏർപ്പെടുത്തുന്നതെങ്കിൽ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട MLAയും അപ്പുറത്തെ ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അംഗവുമൊക്കെ ഉറപ്പ് നൽകിയതുപോലെ പാലത്തിനപ്പുറത്തും കൂടി ഇത് സാധ്യമാകുമ്പോൾ സ്വാഭാവികമായും ഒരു വശത്ത് അല്ലെങ്കിൽ മറ്റൊരു വശത്ത് തീർച്ചയായും നമുക്ക് നിരീക്ഷണ സംവിധാനത്തിലൂടെ കൃത്യമായി കണ്ടെത്താൻ കഴിയും. അതുകൂടി വേഗതയിൽ സാധ്യമായി ഈ പ്രദേശത്തെ കാർഷിക സമ്പന്ന മേഖലയാക്കി മാറ്റി തീർക്കാൻ ഈ സംരംഭം ഉപകരിക്കും. അങ്ങനെ ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇവിടെ എല്ലാവരും പ്രശംസിച്ചതുപോലെ 3 യുവജന സംഘടനകൾ അവർ ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ഇവിടെ പേരെടുത്ത് പറഞ്ഞു. ആ 3 സംഘടനകളുടെയും സൗണ്ട് ഓഫ് യൂത്ത്, സഹൃദയ സാംസ്കാരിക സംഘടന, അതുപോലെ ടാഗോർ യുവജന സമിതി എന്നീ 3 സംഘടനകൾ ചെറുപ്പക്കാർ സർഗാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ നാടിനെ വളർച്ചയിലേക്കും പുരോഗതിയിലേക്കും മാലിന്യ വിമുക്തമായ പരിസ്ഥിതി പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പച്ചപ്പിൻ്റെ ഗ്രാമമായി നമ്മുടെ ഗ്രാമത്തെ നിലനിർത്താനുള്ള ശേഷിയും കഴിവുമുള്ള
3 യുവജന സംഘടനകൾ മുൻകൈയെടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസനീയമാണ്. അവരുടെ പങ്കാളിത്തം വരും കാലങ്ങളിൽ കാർഷിക സമ്പന്നമായി ഈ മേഖലയെ മാറ്റുന്ന കാര്യത്തിലും അവരുടെ പങ്കാളിത്തം ഉണ്ടാകണം. ഇവിടെ പറഞ്ഞതുപോലെ ഇത് പരിപാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏതൊരു വികസന സംരംഭവും സാധ്യമാക്കാൻ നമുക്കത് തുടക്കം കുറിക്കാം. പക്ഷേ അതിൻ്റെ പ്രോപ്പർ മെയിൻ്റനൻസ്, അത് പരിപാലിച്ച് സംരക്ഷിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നാട് ഏറ്റെടുക്കണം, ജനങ്ങൾ ഏറ്റെടുക്കണം. അതിനുള്ള ഒരു വലിയ കൂട്ടായ്മയാണ്. നമുക്കറിയാം, കൊറോണ വൈറസ് ദുരന്ത കാലഘട്ടത്തിൽ മൈക്ക് ഉപയോഗിച്ച് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വിലക്കും നിബന്ധനകളും നിയന്ത്രണങ്ങളും ഉണ്ടെങ്കിൽ പോലും, ഒരു പൊതുയോഗമല്ലെങ്കിൽ പോലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജനങ്ങളുടെ താല്പര്യം ഈ പ്രദേശത്തിൻ്റെ മാലിന്യ വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതീവ താല്പര്യത്തിൻ്റെ പരിണത ഫലമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് മെച്ചപ്പെട്ട നിലയിൽ പരിപാലിച്ച് മാലിന്യ വിമുക്തമായി ഈ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സംരംഭത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും ഒരാവർത്തി കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ബഹുമാന്യനായ MLA കോവൂർ കുഞ്ഞുമോൻ അവർ സംസാരിക്കും. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മഹനീയമായ ചടങ്ങിൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന തേവലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നല്ല നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റ്, ഏറെ ബഹുമാന്യനായ ശ്രീ ഷിഹാബ്, നമ്മുടെ ഈ സംരംഭം ഈ നാടിന് സമർപ്പിച്ച കൊല്ലത്തിൻ്റെ പ്രിയങ്കനായിട്ടുള്ള MP വളരെയേറെ ബഹുമാന്യനായ ശ്രീ NK പ്രേമചന്ദ്രൻ അവറുകൾ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ഏറെ ബഹുമാന്യനായ ശ്രീമതി സേതുലക്ഷ്മി, ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഹുമാന്യനായ ശ്രീ അഡ്വക്കേറ്റ് തോമസ് വൈദ്യൻ, നമ്മുടെ തേവലക്കര ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബഹുമാന്യ ശ്രീമതി മുംതാസ്, ഈ വാർഡിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മെമ്പർ, ഈ സംരംഭത്തിനെല്ലാം നേതൃത്വം കൊടുത്ത ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, എൻ്റെ സ്നേഹിതൻ പ്രിയപ്പെട്ട ശ്രീ രാജേഷ്, ഈ വാർഡിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീമതി സുനിത രാജേന്ദ്രൻ, ഓമനക്കുട്ടൻ, തൊട്ടപ്പുറത്തെ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ബഹുമാന്യനായ ശ്രീ സിജു കോശിവൈദ്യൻ, മറ്റ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ബഹുമാന്യനായ MP സൂചിപ്പിച്ചതുപോലെ ഏറെ വർഷക്കാലമായി ഈ പ്രദേശത്ത് നമ്മുടെ ആടിനെയും മാടിനെയും കോഴികളെയെല്ലാം വെട്ടി അതിൻ്റെ അവശിഷ്ടം അപ്പുറത്തെ കരയ്ക്കും ഇപ്പുറത്തെ കരയ്ക്കും ഇരു സൈഡുകളിലായി ചാക്കിൽ കുത്തി നിറച്ച് ഇട്ടിട്ട് പോകുന്ന ഒരു കാഴ്ച ഏറെ വർഷക്കാലമായി തുടരുകയാണ്. പല ആവർത്തി തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാം ചേർന്ന് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇതിനെതിരായി. അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ഒരു വിഭാഗം ആൾക്കാർ ബോധപൂർവമാണ് ഇവിടെ ഇത്തരം അവശിഷ്ടങ്ങൾ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോവിഡ് ബാധിച്ചപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കപ്പെടണം, പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും മാസ്ക് വെക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു. പക്ഷേ ഇവിടുത്തുള്ളവർ, അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ എത്രയോ വർഷക്കാലമായി ഈ പ്രദേശത്ത് വരുമ്പോൾ മാസ്ക് ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ കർച്ചീഫ് ഉപയോഗിക്കുകയാണ്. അത്രയ്ക്ക് ദുർഗന്ധമായിരുന്നു ഇതിലേക്കൂടെ പോകുമ്പോൾ. ഒരാൾക്ക് പോലും നടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള അതിദയനീയമായിട്ടുള്ള വാടയും അതേപോലെ തന്നെ കൊതുകുകളുടെ എല്ലാം വർധനവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയണം എന്ന് ബഹുമാനപ്പെട്ട പോലെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുള്ള ഈ ഏല തീർച്ചയായിട്ടും പച്ചപ്പായി മാറ്റാൻ 2 പൂ കൃഷി ചെയ്യാൻ കഴിയത്തില്ല, 1 പൂ കൃഷിയെങ്കിലും ചെയ്തുകൊണ്ട് ഈ നാടിനെ ഏറ്റവും മഹനീയമാക്കി എടുക്കാൻ, ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ ഇത്തരം പ്രവർത്തനത്തിലൂടെ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. തൊട്ടപ്പുറത്തെ തേവലക്കര ഗ്രാമപഞ്ചായത്തും തൊട്ടപ്പുറത്തെ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തും അപ്പുറത്തും ഇപ്പുറത്തുള്ളവർ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു കാലങ്ങൾക്ക് മുമ്പും വർഷങ്ങൾക്ക് മുമ്പും. അതിൻ്റെ ഭാഗമായി ഇവിടെ ലൈറ്റ് ഇല്ലായിരുന്നു. ലൈറ്റ് നമ്മൾ MLA ഫണ്ടിലും ഒക്കെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അത് നടപ്പിലാക്കി ഇവിടെ വെളിച്ചമെത്തി. ആ വെളിച്ചത്തെ പോലും ഭയമില്ലാതെയാണ് ഇത്തരം ആൾക്കാർ ഇത്തരം മാലിന്യങ്ങൾ ഇവിടെ ഡംപ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ഇന്നു മുതൽ ഒരു അറുതി വരുത്താൻ നമുക്ക് കഴിയും. അതിന് നേതൃത്വം കൊടുത്ത ഇവിടെ പ്രിയപ്പെട്ട 3 ക്ലബിൻ്റെ ഭാരവാഹികൾ
പ്രിയപ്പെട്ട സംഘാടകർ അവരുടെ വിലപ്പെട്ട സംഭാവനകൾ, നല്ല കോൺട്രിബ്യൂഷൻ അവർ ഈ പ്രദേശത്തിന് വേണ്ടി നൽകി. ഞാൻ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് തേവലക്കര ഗ്രാമപഞ്ചായത്ത് മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനത്തിൽ നിന്ന് വിരമിക്കുന്നു. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട സേതുലക്ഷ്മി സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. നമ്മുടെ ഈ ഏലായിൽ ഇനിയും തോട് നവീകരിക്കേണ്ടതായിട്ടുണ്ട്. ആ നവീകരണത്തിന് വേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 75 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൂടിയാകുമ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ള മേഖലകളിൽ കൂടി നെൽകൃഷി ആരംഭിക്കാൻ കഴിയും. ഭക്ഷ്യ സുഭിക്ഷയുമായി ബന്ധപ്പെടുത്തി തന്നെ 25 വർഷക്കാലമായി തരിച്ചു കിടന്ന സ്ഥലമാണിത്. ആ സ്ഥലത്താണ് നമ്മൾ നെൽകൃഷി ആരംഭിക്കുന്നത്. അവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരാൻ ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ 10 ലക്ഷം രൂപ ഈ പ്രവൃത്തിക്ക് വേണ്ടി നൽകിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ആ മഹനീയ സാന്നിധ്യത്തിന് നേതൃത്വം നൽകുന്നത് അതിനുവേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സേതുലക്ഷ്മിയെ ഈ യോഗത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഏറ്റവും ബഹുമാന്യനായ MP ഉൾപ്പെടെ ഞാൻ എല്ലാവരും പേര് പറയുന്നില്ല. ഏറ്റവും ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. കാരണം ഇത്രയും ചെറുപ്പക്കാർ ഒരു പരിപാടിയെ നോക്കി വീക്ഷിക്കുന്നതിനും അതിന് പങ്കാളികളാകാൻ എത്തുന്നതും വളരെ അപൂർവമായ കാഴ്ചയാണ്. സാധാരണ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകളിൽ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രായം കുറഞ്ഞ വ്യക്തികൾ എത്താറില്ല, ചെറുപ്പക്കാർ എത്താറില്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന വളരെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ, അവർ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. നിങ്ങൾ ഈ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ടും പങ്കാളികളാകേണ്ടവരാണ്. നിങ്ങളെ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പടിഞ്ഞാറ്റക്കരയുടെ വികസന പ്രവർത്തനങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു എളിയ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഏതാണ്ട് ഈ പ്രദേശത്ത് മാത്രമാണ് രാജേഷ് പറഞ്ഞ 25 ലക്ഷം രൂപ, ഏതാണ്ട് 70 ലക്ഷം രൂപ, എനിക്കൊന്ന് ഈ പ്രാവശ്യത്തെ വർക്കും കൂടെ ആകുമ്പോൾ ഏതാണ്ട് 73.5 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ജില്ലാ പഞ്ചായത്തിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചത്, നമ്മുടെ പ്രസിഡന്റിനും മെമ്പർക്കും ഒക്കെ പ്രത്യേക താല്പര്യമാണ് ഓരോ പ്രദേശത്തിലെ വികസന പ്രവർത്തനം. എനിക്കതറിയാം. ഞാൻ എന്നെ വീട്ടിൽ വന്ന് കണ്ട് ഞാനും കൂടെ അവരെന്നോടൊപ്പം വരികയും ജില്ലാ പഞ്ചായത്തിൽ പോയി സംസാരിക്കുക. അവിടെ ചെന്ന് നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മൈനർ ഇറിഗേഷൻ്റെ ആ 75 ലക്ഷം രൂപ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും കൂടെ ഒരു ശ്രമഫലമായിട്ടാണ് നമുക്ക് മൈനർ ഇറിഗേഷന് 75 രൂപയുടെ സ്കീം അനുവദിച്ചത്. അതെല്ലാം നമ്മുടെ കൂട്ടായ പ്രവർത്തനമാണ്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളൊന്നും തന്നെ ഇല്ല. രാജേഷ്, നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള രീതി പ്രദേശത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഈ പ്രദേശത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റിയെടുക്കുവാൻ വളരെ നല്ല ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുപോലെ MPയും ഒത്തിരി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. എനിക്ക് ആകെ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം, നമ്മുടെ സാറ് ഇവിടെ നിൽപ്പുണ്ട്, ജോൺ മത്തായി സാറ് പല പ്രാവശ്യം നിവേദനങ്ങൾ നൽകിയതാണ്. അപ്പുറത്തൊരു കൽവർട്ടുണ്ട്. പക്ഷേ ഞാനത് ഒരു പ്രാവശ്യം വന്ന് AE നോക്കിയപ്പോൾ AE എന്നോട് പറഞ്ഞു, ടീച്ചർ ഒരു കാരണവശാലും ഇത് ഇളക്കരുത്, ഇത്രയും നല്ല രീതിയിൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഏതാണ്ട് 71-ൽ നിർമ്മിച്ച ഒരു കൽവർട്ടാണ്, അതൊന്ന് ബലപ്പെടുത്തേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും എനിക്കിനി ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനി വരുന്ന ആളുകൾ തീർച്ചയായിട്ടും അത് ചെയ്യാൻ വലിയ പ്രശ്നങ്ങളില്ല. അത് മാത്രം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. തൊട്ടപ്പുറത്തെ പാടശേഖരം, കൈപ്പുഴ പാടശേഖരം ഏതാണ്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുന്നതോടുകൂടി ഇതിൻ്റെ തന്നെ മുഖച്ഛായ മാറി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കത്തക്കുള്ള ഒരു സാഹചര്യം ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ സുഭിക്ഷ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇനിയും നമ്മുടെ ഈ പ്രദേശത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളോടെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ 3 ക്ലബ്ബുകാരാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുംതാസ്. അധ്യക്ഷൻ, അതുപോലെ തന്നെ ബഹുമാനായ ഉദ്ഘാടനം പ്രിയപ്പെട്ട MP രവീന്ദ്ര സാർ, MLA കുഞ്ഞുമോൻ, ബഹുമാന്യരായ ജില്ലാ പഞ്ചായത്ത് അംഗം, വാർഡ് മെമ്പർ സുനിത ഒന്നക്കൂട്ടൻ, അതിനുപരി നമ്മുടെ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ്, ബ്ലോക്ക് മെമ്പർ, മൈനാപ്പള്ളി വാർഡ് മെമ്പർ, എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട, അതുപോലെ യുവജന സംഘടനകളുടെ എല്ലാവരും, ഈ
ഈ ഒരു സംരംഭത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും എല്ലാം നമുക്ക് ഇവിടെ ഈ വാർഡുകളിൽ വലിയ പങ്ക് വഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ചാരിതാർത്ഥ്യത്തോടുകൂടി ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് തോമസ് വൈദ്യൻ ചുരുങ്ങിയ വാക്കുകൾ. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇവിടെ ഈ പ്രദേശത്ത് ദീർഘകാലമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യത്തിനാണ് ഇന്ന് ഒരു പരിഹാരമുണ്ടായിരിക്കുന്നത്. തൊട്ടപ്പുറത്തെ മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ 2 തവണ മെമ്പറായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അന്ന് ഇത്തരത്തിൽ CCTV വെക്കുന്ന ഒരു പദ്ധതികളും ഇല്ലായിരുന്നു. അവിടെ ഇപ്പോൾ സിജു കോശുവൈദ്യനാണ് പഞ്ചായത്ത് മെമ്പർ. തീർച്ചയായിട്ടും ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷം CCTVകൾ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി ഏറ്റെടുത്തപ്പോൾ ഇവിടെ ഈ ചെളുത്തോട് ഭാഗത്ത് ഒരു CCTV സ്ഥാപിക്കുന്നതിനുള്ള ഫണ്ട് അടച്ചു. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നാളെ മുതൽ വരുമെന്ന് വീഡിയോ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ ഇതിൻ്റെ മറുവശത്ത് ഒരു CCTV ക്യാമറ നിങ്ങൾക്കായി വെച്ച് തരുന്നതാണെന്ന് ബഹുമാന്യനായ നമ്മുടെ എല്ലാ അഭിമാനമായ MP-യുടെ സാന്നിധ്യത്തിൽ അറിയിച്ചുകൊണ്ട് മൈനാഗപ്പള്ളി മെമ്പർ സിജു കോശി. ബഹുമാന്യായ MP, ബഹുമാന്യ MLA അധ്യക്ഷൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, പ്രിയമുള്ളവരെ, വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഈ പ്രദേശത്ത് ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ട് വരുമ്പോൾ ഇവിടെ കാട് കയറി നമുക്ക് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അറവുമാടുകൾ, പശുക്കളെ, വീടുകളിൽ വളർത്തുന്ന കാലികൾ മരിച്ചാൽ അതിനെ വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് ഒരു 100 കിലോയെങ്കിലും ഭാരമുള്ള കന്നാലിയെ ഇവിടെ കൊണ്ട് തള്ളിയിട്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന് JCB വിളിച്ചതിനെ കുറിച്ചിട്ടുള്ള അവസ്ഥയുണ്ടായി. അതുപോലെ അറവ് മാലിന്യങ്ങൾ തള്ളി ഇതെല്ലാം ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് രാത്രി ഉറക്കമില്ലാതെ കാവലിരുന്നിട്ടുണ്ട്. ആ മേളി ജംഗ്ഷനിൽ ആളുകളെ കൂട്ടിക്കൊണ്ട് കാവലിരുന്ന് വരുന്നവരെ പിടിക്കണമെന്ന് കരുതി കാവലിരുന്നിട്ടുണ്ട്. അതുപോലെ വേസ്റ്റ് വെള്ളം വന്ന ഒരു വ്യക്തിയെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ വാഹനം ജനങ്ങളിലൂടെ കൂടി തള്ളി കായലിൽ വെള്ളത്തിലെ കായലിലേക്ക് തള്ളിയിട്ട് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ പിടിച്ച് പോലീസിൽ കൊടുത്തിട്ട് നിമിഷ നേരങ്ങൾക്കകത്ത് അയാൾ ജാമ്യം എടുത്തിട്ട് വീട്ടിലും പോയി. അത്തരത്തിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടു, വളരെ വിഷമത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഞ്ചായത്തിൽ ഈ ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അന്ന് പഞ്ചായത്തിലെ സെക്രട്ടറി സേതം പറഞ്ഞു ഓഡിറ്റ് വരും, അതുകൊണ്ട് ഇപ്പോൾ ക്യാമറയ്ക്ക് ഫണ്ട് വയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്യാമറ വയ്ക്കാൻ പറ്റാതെ പോയത്. പിന്നീട് വീണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ നിരവധി തവണ ആവശ്യപ്പെടുകയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അതിന് താല്പര്യമെടുത്തുകൊണ്ട് ഇവിടെ ക്യാമറ സ്ഥാപിക്കാൻ അതിന് ഫണ്ട് അനുവദിക്കുകയും ബ്ലോക്കിൻ്റെ ഫണ്ട് അനുവദിക്കുകയും ഇവിടെ ഒന്ന് എസ്റ്റിമേറ്റ് എടുത്ത് മറ്റ് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും ഇനി ഒട്ടും വലിയ താമസമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അവിടെയും ക്യാമറ സ്ഥാപിച്ച് ഇവിടെ ഈ മാലിന്യം തള്ളി ഈ ജനങ്ങൾക്ക് മാറാ രോഗങ്ങൾ വരുന്നതിനൊക്കെ അറുതി വരുത്തുവാൻ വളരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ടുണ്ടാകും. ഇവിടുത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളിതെല്ലാം ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്. 100 കണക്കിന് കശുവണ്ടി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന തോട്ടുമോ കാഷ്യൂ ഫാക്ടറി, തൊട്ടടുത്ത് നമ്മുടെ ആരാധനാലയങ്ങളിൽ പോകുന്ന വിശ്വാസികൾ, പിന്നെ റെയിൽവേ ക്രോസിൻ്റെ തടസ്സമില്ലാതെ കരുനാഗപ്പള്ളി പോകുവാൻ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡാണ്. മൂക്ക് പത്താതെ പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ അതിന് അറുതി വരണം. ഇനി മേലിൽ ഇത്തരത്തിലുള്ള മാലിന്യം തള്ളാൻ അനുവദിക്കത്തില്ല, അത് നമ്മൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ച ഏറെ ബഹുമാനായ പഞ്ചായത്ത് മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജേഷിനോടുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് ഈ ഒരു മൊമെന്റം ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക് MP നൽകുന്നു. ഫോട്ടോ എടുക്കുമ്പോൾ മാറി ഏനാടുകാരൻ പറയാൻ നമ്മൾ വിടത്തില്ല. ഞാൻ എല്ലാവരും എടുത്ത് തീരട്ടെന്ന് പറയുന്നു. ഓക്കെ. ഈ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് 1-ാം വാർഡ് മെമ്പർ സുനിത ഓമനക്കുട്ടനെ ക്ഷണിക്കുക. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും